1.5 വർഷത്തിന് ശേഷം വീണ്ടും മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ടുള്ള അദാലത്ത് സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഓരോ ജില്ലയിലും എപ്പോൾ അദാലത്ത് വേണമെന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ അദാലത്തുകൾ ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ 4ാമത്തെ താലൂക്ക് അദാലത്താണ്. ഇനി 3 താലൂക്ക് അദാലത്തുകൾ കൂടിയുണ്ട്. നിലവിൽ പങ്കെടുത്ത അദാലത്തുകളിലെ അനുഭവം കോഴിക്കോട് ജില്ലയിലെ 4 മലപ്പുറത്ത് 3 7 ഇത് 8ാമത്തെയാണ്. ഈ 7 അദാലത്തുകളിലെയും അനുഭവം നല്ല റിസൾട്ട് അദാലത്തുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നൊരു വിഷയം പരിഹരിക്കാൻ സർക്കാരിൻ്റെ വിവിധ വകുപ്പ് ഓഫീസുകളെ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് ദൈനംദിനം ആശ്രയിക്കുന്ന കേന്ദ്രങ്ങൾ. എന്നാൽ അത് നടപ്പിലാക്കാൻ വരുന്ന പ്രയാസങ്ങൾ പലതായിട്ടുമുണ്ട്. അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്ന വിഷയങ്ങളുമുണ്ട്. ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ കാര്യക്ഷമതയോടുകൂടി ഇടപെടുന്ന കാര്യത്തിലോ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വിഷയങ്ങളെ കാണുന്ന കാര്യത്തിലോ കുറച്ച് പിറകോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരം പല വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ അദാലത്തുകളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം.